ഫൈനലി നമ്മുടെ എക്സാമിന്റെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. ഏകദേശം നമുക്കറിയാം 15-ാം തീയതി ആയിരിക്കും നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട് 15-ാം തീയതി തന്നെയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് എക്സാം, ഏതൊക്കെയാണ് ടൈം ടേബിൾ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് അതിനുവേണ്ടി തയ്യാറാവേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ കംപ്ലീറ്റ് വീഡിയോ അവസാനം വരെ കണ്ടിരിക്കാം. ഇതുപോലെ ധാരാളം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാ ദിവസത്തെയും എക്സാം നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ്. അവസാനത്തെ 23-ാം തീയതിയുള്ള ഒരു എക്സാം ഉണ്ട്, മലയാളം സെക്കൻഡ്. അത് മാത്രമേ രാവിലെ ഉള്ളൂ. ബാക്കി എല്ലാ എക്സാമും ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ 15-ാം തീയതിയാണ്. നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എക്സാം വരുന്നത്. അപ്പോൾ ആക്ച്വലി ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ എക്സാം അടുത്തിട്ടുണ്ട്. മാത്രമല്ല ഒറ്റ ദിവസവും നമുക്ക് ഗ്യാപ്പില്ല എന്നുള്ളതാണ്. ഒരു ദിവസം പോലും നമുക്ക് എക്സാമിന് ഗ്യാപ്പില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങിയാൽ മാത്രമേ അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് സെറ്റ് ആവാൻ കഴിയുള്ളൂ. ഇനി ഓരോ ദിവസവും ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് 15-ാം തീയതി നമുക്ക് ലാംഗ്വേജുകളാണ്. മലയാളം, അറബി, ഉറുദു, സാൻസ്ക്രിറ്റ് തുടങ്ങിയിട്ടുള്ള ഏതാണോ ലാംഗ്വേജ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ലാംഗ്വേജ് എക്സാമാണ് ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് 15-ാം തീയതി. എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1:30-ക്കാണ്, 1:30-ക്കാണ്. ഉച്ചയ്ക്ക് ശേഷം 1:30-ക്കാണ് എക്സാം, എല്ലാ എക്സാമും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 16-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഹിന്ദി ഉണ്ട്, 17-ന് സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ 18-ന് വ്യാഴാഴ്ച ഇംഗ്ലീഷ് ഉണ്ട്. അതുപോലെ തന്നെ 19-ാം തീയതി വെള്ളിയാഴ്ച സമയം മാറ്റമുണ്ട്, 2 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, ബേസിക് സയൻസ്. ആൻഡ് 22-ാം തീയതി അതിനുശേഷമുള്ള മാത്സിന് നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ആക്ച്വലി ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ച ആ മാത്സിന് തന്നെയാണ് ആ ഗ്യാപ്പ് വന്നിട്ടുള്ളത്. ശനിയും ഞായറും ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പുള്ള ദിവസങ്ങളും നല്ല രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് മാത്സ് സെറ്റ് ആക്കേണ്ടതുണ്ട്. കാരണം പൊതുവേ കുട്ടികൾക്ക് ടഫുള്ളൊരു വിഷയമായിരിക്കും മാത്സ് എന്നുള്ളത്. നിങ്ങൾക്ക് ഏതാണ് ടഫ് എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് അതിനുശേഷം ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സാം 23-നാണ്. നമ്മുടെ 10 മണിക്കാണ് ആ എക്സാം. മലയാളം സെക്കൻഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ആ എക്സാം മാത്രമേ രാവിലെ ഉള്ളൂ. ബാക്കി എല്ലാ എക്സാമും ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ശരിക്കും നല്ല പ്ലാൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഈ സൈലത്തിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് എന്ത് തരുന്നതാണ്, ലൈവ് ക്ലാസ്സുകൾ നമ്മൾ സ്കെഡ്യൂൾ ചെയ്യാൻ പോവുകയാണ്. അതായത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് റിവിഷൻ ക്ലാസ്സുകൾ നമ്മുടെ സൈലത്തിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾ ഒരു കാരണവശാലും ഈ വീഡിയോസ്, ആക്ച്വലി നമ്മുടെ ലൈവ് ക്ലാസ്സുകളും ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾ മിസ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ 7-ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ടൈം ടേബിളിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജസ്റ്റ് അയച്ചു കൊടുക്കുക. 7-ാം ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കുക. നല്ല രീതിയിൽ ഈ പറയുന്ന നമ്മുടെ ഈ ക്രിസ്മസ് എക്സാമിന് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. നമ്മുടെ ക്രിസ്മസ് എക്സാം അടിപൊളി നല്ല മാർക്കും കിട്ടും. കൂടാതെ USS എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളായിരിക്കും മിക്ക ആൾക്കാരും. അതുകൊണ്ട് അവർ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾ പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ USSന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനും ഇതാവുകയും ചെയ്യും. ഇൻ കേസ് നിങ്ങളുടെ സ്കൂളിൽ USSനുള്ള ആ ഒരു സ്ക്രീനിങ് ടെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ എക്സാമിൻ്റെ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന USS എക്സാമിൻ്റെക്കുള്ള ആ ഒരു സ്ക്രീനിങ്ങിൽ ആരൊക്കെയാണ് പങ്കെടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇതിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുക. അതിന് ഈ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് സൈലത്തിൻ്റെ പ്ലാനിങ്ങിൻ്റെ കൂടെ ഉണ്ടായിരിക്കുക. നമുക്ക് അടിപൊളിയായിട്ട് USS എക്സാമും അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമും സെറ്റാക്കണം. ഹാപ്പി ലേണിംഗ്.